ഹായ് ഫ്രണ്ട്സ്, ലിസി കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ നല്ല സ്പോഞ്ച് കേക്ക് നമുക്ക് എല്ലാവർക്കും ഇഷ്ടമല്ലേ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് അതിൽ കുറച്ച് കൂട്ടങ്ങളുണ്ടായി നമ്മുടെ വീട്ടിൽ തന്നെ കുക്കറിൽ വെച്ചിട്ട് നമുക്ക് ഈ കേക്ക് ഉണ്ടാക്കാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ കേക്കിന് എന്തൊക്കെയാണ് വേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ കേക്കിന് ഞാൻ എടുത്തിരിക്കുന്നത് ഈ അളവ് ഗ്ലാസ് തന്നെ എടുത്തിരിക്കുന്നത്. നമ്മുടെ സാധാരണ നമ്മുടെ വീട്ടിലുള്ള ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ട് നമുക്ക് ആ അളവിൽ തന്നെ എല്ലാ സാധനങ്ങളും എടുക്കണം കേട്ടോ. അപ്പോൾ ഈ ഒരു ഗ്ലാസ് മൈദപ്പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേപോലെ ആ ഗ്ലാസിൻ്റെ ഒരു അര ഗ്ലാസ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ സൺഫ്ലവർ ഓയിലും അതേപോലെ ഒരു അര ഗ്ലാസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് കോഴിമുട്ട ഒരു 3 എണ്ണം. പിന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ ഒരു 1/4 ടീസ്പൂണും ബേക്കിംഗ് പൗഡർ ഒരു 1/2 ടീസ്പൂണും ഉപ്പ് ഒരു നുള്ളു ഉപ്പ്. പിന്നെ നമുക്ക് വേണ്ടത് വാനില എസൻസ്, നമ്മുടെ മുട്ടയുടെ ഒക്കെ ഒരു മണമുണ്ടല്ലോ പച്ചമുക്ക്, അതൊന്ന് മാറാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂണ് വാനില എസൻസുമാണ് നമുക്കിതിൽ ആവശ്യമുള്ളത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ഈ മൈദ നമ്മുടെ ബേക്കിംഗ് സോഡയും ബേക്കിംഗ് പൗഡറും ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് 2-3 പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കുക. ഈ മൈദ എടുക്കുന്ന അളവ് ഗ്ലാസ്സിൽ തന്നെ നമ്മൾ പഞ്ചസാരയും ഓയിലും എടുക്കണം കേട്ടോ. അത് സൺഫ്ലവർ ഓയിൽ എടുത്തോളോ, വെളിച്ചെണ്ണ എടുക്കരുത്. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒരു മണം വരും. സൺഫ്ലവർ ഓയിലിന് മണമില്ലാത്ത തന്നെ അതിട്ട് കൊടുക്കുക. ഇതായിരിക്കുമ്പോൾ അതിൽ വരെ ചെറിയ തരികളൊക്കെ ഉണ്ടെങ്കിൽ അത് നമുക്കത് കളയാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈദ അരിച്ചത് നീക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കോഴിമുട്ട നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കൊരു പാത്രത്തിലേക്ക് മുട്ട പൊട്ടിച്ച് വയ്ക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ മുട്ട ഇങ്ങനെ നന്നായി ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പഞ്ചസാര ഇട്ടിട്ട് നൂല് നന്നായി അടിക്കാം. പഞ്ചസാര ഒരുമിച്ച് ഇടേണ്ട, കുറേശ്ശെ ആയിട്ട് ഇട്ടോളൂ കേട്ടോ. നമുക്കിതിലേക്ക് നമ്മുടെ വാനില എസൻസ് 1 സ്പൂണ് ഒഴിച്ച് കൊടുക്കാം.
നമ്മൾ സൺഫ്ലവർ ഓയിൽ ഉണ്ടല്ലോ അതും കൂടി ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അടിച്ചെടുക്കും. നമ്മുടെ ഈ മുട്ടയൊക്കെ അടിച്ച മിക്സിലേക്ക് നമ്മൾ ഈ ഇളക്കി വെച്ചിട്ടുള്ള മൈദക്കൂട്ടില്ലേ അത് കുറേശ്ശെ ഇട്ടിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കുറേശ്ശെ തന്നെ ഇട്ടിട്ട് അടിച്ചോളൂ കേട്ടോ. ഇനി നമ്മൾ കുക്കർ ചൂടാക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഈ സ്റ്റാൻഡ് ഒരെണ്ണം ഈ കുക്കറിലിട്ടിട്ട് ഒന്ന് അടച്ച് വയ്ക്കാം. 5 മിനിറ്റ് നന്നായി ചൂടാവട്ടെ കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്കിനി നമ്മുടെ കേക്ക് ഒന്നുകൂടി ഇതൊന്ന് ഇളക്കി കൂട്ടി വയ്ക്കാം. ഇതേപോലെ ഒരു ട്രയലാണ് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിതിൽ ബട്ടർ പേപ്പർ വെച്ചിട്ട് ഇത്തിരി സൺഫ്ലവർ ഓയിൽ നന്നായി ഒന്ന് തുടച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കൂട്ട് ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ബീറ്റർ കൊണ്ട് ആക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് കയ്യിൽ വെച്ചിട്ട് നന്നായി ഒന്ന് എല്ലാ ഭാഗവും കൂടി ഒന്ന് ഇളക്കിയെടുത്തോളാം കേട്ടോ. ഇളക്കി ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഈ കേക്കിൻ്റെ ട്രയലിലേക്ക് വെച്ച് കഴിഞ്ഞിട്ട് നന്നായി ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വല്ല ബബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ പോയി കിട്ടും. നന്നായി ഒരു 15 പ്രാവശ്യം ഒന്ന് ഇങ്ങനെ ടാപ്പ് ചെയ്ത് കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ കുക്കർ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇത് ട്രേ ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ട്രേ ഇതിലേക്ക് ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇറക്കി വെച്ചൊരു 30-35 മിനിറ്റ് നേരം നന്നായി ഒന്ന് കുക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് വേണം അത് കുക്ക് ചെയ്യാം കേട്ടോ. തീ കൂട്ടിയിടരുത്. 35 മിനിറ്റ് അത് നന്നായി കുക്ക് ചെയ്യേണ്ട സമയം വരും. നമ്മൾ കേക്ക് കുക്ക് ചെയ്യുമ്പോൾ നമ്മളിതിൽ വിസിൽ വെക്കരുത് കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിച്ചോളാം. അപ്പോൾ നമ്മുടെ കേക്ക് വെച്ചിട്ട് ഒരു 35 മിനിറ്റ് ആയിട്ടുണ്ട്. അത് നന്നായി പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ വെന്തിട്ടുണ്ടോ എന്ന് നോക്കാം. ജസ്റ്റ് ഒന്ന് ഒരു പിന്നെടുത്തൊന്ന് കുത്തി നോക്കാം. അപ്പോൾ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫാക്കി ഇതിൽ നിന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. നമുക്കിതൊരു പ്ലേറ്റിലേക്ക് പകർത്തി കൊടുക്കാം. ബട്ടർ പേപ്പറൊക്കെ നമുക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ നമ്മുടെ കേക്ക് അടിയൊന്നും കരിയാണ്ട് നന്നായിട്ട് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമുക്കിതൊന്ന് മുറിച്ച് നോക്കാം. നല്ല സ്പോഞ്ചായിട്ട് നമ്മുടെ കേക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കേക്ക് ഇത് കണ്ട നല്ല സ്പോഞ്ചായിട്ട് നന്നായി സ്പോഞ്ചായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.